മഹാഗുരു ശരണം. അർക്കസൂര്യ ദിവാകര ഭുവനത്രയത്തിന് നായക ഉൾക്കുരുന്നിലുദിക്ക നിൻ കൃപ എപ്പോഴും മമ ദൈവമേ. ഇന്ന് 2026 മാർച്ച് 23, മേടം 10, പുണർതം നക്ഷത്രം, വൈശാഖമാസ ശുക്ലപക്ഷ സപ്തമി. 10ാം ഉദയ ദിവസം എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. മേടം 10-ന് സൂര്യൻ ഉച്ചൻ, മേടരാശിയാണ് സൂര്യൻ്റെ ഉച്ചരാശി. അതിൽ ഏറ്റവും ഉച്ചനായിട്ട് നിൽക്കുന്ന സമയമാണ് മേടം 10 എന്ന് പറയുന്ന ദിവസം. അപ്പോൾ ഇന്ന് സാധാരണ ഈ മേടമാസത്തിൽ ആദിത്യ പൂജകളുടെ സമയമാണ്, പ്രത്യേകിച്ച് 10ാം ഉദയം വരെ. തിരുമേനി പണ്ട് ആദിത്യ പൂജ നടത്തിയിരുന്നു. കടവിൽ ഭഗവതി ക്ഷേത്രത്തിലും അതുപോലെ നഗരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുമേനി ആദിത്യ പൂജ നടത്തുന്നത് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പ്രത്യേക രീതിയിൽ അപ്പം ഉണ്ടാക്കിയിട്ട് അത് അപ്പത്തിൻ്റെ താലമാണ് ആദിത്യനെ ഇങ്ങനെ പിടിക്കുന്നത്. അതിൽ 2 കോൽത്തിരികൾ നാട്ടും. അങ്ങനെ തിരുമേനി ഇതാണ് തേങ്ങയുടെ നീരാഞ്ജനം പോലുള്ളതാണ് പിടിക്കുന്നത്. എന്നിട്ട് കുറച്ച് മന്ത്രങ്ങൾ ചൊല്ലും തിരുമേനി. അതൊരു 10-15 മിനിറ്റോളം ഇരിക്കും. അത് ഉച്ചയ്ക്ക് ശരിക്കും 11 മണി കഴിഞ്ഞാൽ തുടങ്ങുന്നത്. നട്ടുച്ചയ്ക്കാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ 1-2 പ്രാവശ്യം ഈ കടവിൽ പതിക്കലും നഗരിയിലും തിരുമേനിയുടെ കൂടെ, എനിക്ക് തോന്നുന്നു അത് 1980-കളിലെ കാര്യം പറയണത്. 84, 85, 86 കാലഘട്ടത്തിൽ തിരുമേനിയുടെ ശിഷ്യരാകുന്നതിന് മുമ്പ് ഇങ്ങനെ എൻ്റെ എന്ന് പറഞ്ഞാൽ ആദിത്യൻ എൻ്റെ ജാതകത്തിൽ പ്രധാന സ്ഥാനമായതുകൊണ്ട് അച്ഛൻ പറഞ്ഞ് തിരുമേനി ഇങ്ങനെ എന്നെയും ഈ താലം പിടിപ്പിച്ചിട്ടുണ്ട്. തിരുമേനി 2 കൈയിലും പിടിക്കും, ബാക്കിയുള്ളവർ 1 കൈയിലാണ് പിടിക്കുന്നത്. ആ സമയത്ത് ചൊല്ലുന്ന ഒരിതാണ് അർക്കസൂര്യ ദിവാകര ഭുവനത്രയത്തിന് നായക. ഇങ്ങനെ മൈക്കിൽ പാടുന്നവർ ഈ പാട്ട് പാടാറുണ്ട്. അതൊരു ഭജനയാണ്. അതുകൂടാണ്ട് എൻ്റെ ഓർമ്മകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചെറുപ്പത്തിൽ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ പള്ളിപ്പുറം സ്കൂളിൻ്റെ അടുത്ത് ഉള്ള സ്ഥലത്താണ് താമസിച്ചിരുന്നത് 10ാം ക്ലാസ് വരെ. അവിടെ ഞങ്ങൾ താമസിച്ചതിൻ്റെ മുന്നിൽ ഒരു പാടമുണ്ട്. പാടം എന്ന് പറഞ്ഞാൽ വയൽ. ആ വയലിൽ ഈ സമയത്ത് പള്ളിപ്പുറം പള്ളിച്ചന്തയിൽ കച്ചവടം നടത്തുന്ന ഒരു പുഷ്കരൻ ചേട്ടനുണ്ട്. അദ്ദേഹം സ്റ്റേഷനറി ഷോപ്പാണ് പള്ളിപ്പുറം പള്ളിച്ചന്ത. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇതുപോലെ, അത് മേടം 10-നായിരിക്കില്ല, ഞായറാഴ്ചയിൽ ആദിത്യ പൂജ നടത്തുന്ന രീതിയിൽ, എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വൈകിട്ട് തൊട്ട് നേരത്തെ കുടിൽ കെട്ടി അവിടെ ഒരു കുളം കുഴിച്ച് കുളം തേകി അത് ശുദ്ധമായിട്ട് വെച്ച് ആരും ഇറങ്ങാണ്ട് വെച്ചിട്ട്, അതുപോലെ തന്നെ ഈ അവിടെ പുതിയ ഇത് കൊണ്ടുവരും, കൃഷി ചെയ്ത നെല്ല് കൊണ്ടുവന്ന് അരി കുത്തി, അതെല്ലാം വ്രതം എടുത്ത ആൾക്കാരാണ് പുരുഷന്മാരും സ്ത്രീകളും ചെയ്യുന്നത്. അത് കുത്തി ഇത് ചെയ്ത് അത് വെച്ചാണ് ഈ ആദിത്യ ഇതിന് വേണ്ടിയിട്ട് താലം തയ്യാറാക്കുന്നത്. യാദൃച്ഛികമായിട്ട് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഞാൻ പള്ളിപ്പുറത്ത് പോയിരുന്നു, തുറവൂർ പോകുന്നതിൻ്റെ ഭാഗം. അന്ന് പുഷ്കരൻ ചേട്ടൻ്റെ വീടിന് മുമ്പിൽ ആൾക്കൂട്ടം കണ്ട് അവിടെ ഇതിൻ്റെ ശാന്തിക്ക് താമസിക്കാനായിട്ടൊരു കൂടാരം പോലെ പണിത്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ അന്ന് താലമായിരുന്നു എന്ന് തോന്നുന്നു. ചിലർ ഈ ആദിത്യ താലമായിരുന്നു തോന്നുന്നു, ചിലർ താലവുമായിട്ട് പോകുന്ന കണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചേർത്തലയിലും ഒക്കെ തുറവൂർ പോകേണ്ടി വന്നുകൊണ്ട് അവിടെ കയറിയില്ല. അതൊരു അനുഭവമാണ്. ഇത് 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഒരു പാട്ടുണ്ട്, കദളി ചെങ്കദളി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഞങ്ങൾ അവിടെ താമസിക്കുന്നിടത്ത് അന്ന് ഈ സമയത്ത് വെള്ളിയാഴ്ച അവർ വന്നു കഴിഞ്ഞാൽ അന്ന് മൈക്കൊക്കെ വെക്കും. അന്ന് മൈക്കെന്നല്ല പറഞ്ഞാൽ അപൂർവ വസ്തുവാണ്. അടുത്തുള്ള വീട്ടിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഒക്കെ എടുത്ത് മൈക്ക് വെക്കും. ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ അവിടെ നിന്നും കൊടുത്തിട്ടുണ്ട്. ഈ മൈക്ക് വെച്ചിട്ട് അതിൽ 2 സഹോദരിമാർ പാടിയ പാട്ട് അന്നാണ് ആദ്യം കേൾക്കുന്നത്. കദളി ചെങ്കദളി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ, അതിപ്പോഴും ഓർമ്മയിലുണ്ട്. ആ പാടത്ത് വെച്ച് ആ കലാപരിപാടി ഇങ്ങനത്തെ ഭജന പോലെ അല്ലെങ്കിൽ ഇതുപോലെ പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നടക്കും. ഏതും ആകട്ടെ, ഇന്ന് മേടം 10-ആണ്. ആ ഓർമ്മകളിലേക്ക് പോകാൻ സാധിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായി. ഇന്ന് വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേ അധികം ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പലർക്കും വീഡിയോയിൽ സംസാരിക്കണം, ഫോണിൽ സംസാരിക്കണം, നേരിട്ട് കാണണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഈശ്വരീയൻ ചാനൽ അതിനു വേണ്ടിയിട്ട് അവർ ഒരു മധ്യവർത്തിയായിട്ട് പ്രവർത്തിക്കാമെന്നുള്ള സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എനിക്ക് വരുന്ന മെസ്സേജുകൾക്കെല്ലാം തന്നെ എനിക്ക് റിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല. കോളുകളെല്ലാം എടുക്കാൻ സാധിക്കുന്നത് അതുപോലെയാണ് വരുന്നത്. ആൾക്കാരിങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ ചാനലിൻ്റെ താഴെ വന്നിട്ട് ഞാൻ ആരാണെന്ന് ശരിക്കറിയാവുന്ന ആൾക്കാർ വേറെ പേര് വെച്ചിട്ട് പോസിറ്റീവ് അല്ലാത്ത കമൻറ്റുകൾ ഇടുന്നുണ്ട്. അത് അവരുടെ കാർമ്മികം ചെയ്യുന്നു. ആ കമൻറ്റ് കാണുമ്പോൾ തന്നെ അറിയാം ഇതാരായിരിക്കും ആളിട്ടിരിക്കണേ. അത് അവരവരുടെ കാർമ്മികം ചെയ്യുന്നു. ഞാൻ എൻ്റെ ഡ്യൂട്ടി ആയിട്ട്
മുന്നോട്ട് പോകുന്നു. ഇതെൻ്റെ ഡ്യൂട്ടിയാണ്. എൻ്റെ ഒരു ബ്രഹ്മശ്രീ കൃഷ്ണൻഭ്രാന്തിരി തിരുമേനി എനിക്ക് അനുഗ്രഹിച്ചു തന്നതും അതുപോലെ അത് പ്രാവർത്തികമാകുമെന്ന് ഞാൻ പലവിധ ക്ലാസ്സുകളിൽ പോയി ആർജിച്ച അറിവും വെച്ചിട്ടാണ് ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ സങ്കല്പം കൊടുക്കുന്നത്. തലേ കൈ വെച്ചിട്ടായിരിക്കും, വീഡിയോ കോളിലായിരിക്കും, ഫോട്ടോ വാങ്ങിച്ചിട്ടായിരിക്കും, പല രീതിയിൽ. ഇത് എൻ്റെ കഴിവല്ല എന്ന് പൂർണ്ണമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. ഇത് ഓരോരുത്തരും അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കുടുംബദേവതയാകാം, കുലദേവതയാകാം, നാഗങ്ങളാകാം, അല്ലെങ്കിൽ അവരുടെ ധർമ്മദേവതയാകാം, അവരുടെ ഗ്രാമദേവതയാകാം, ഇഷ്ടദേവതയാകാം, ഗുരുക്കന്മാര്, ഗുരുകാരണന്മാരെല്ലാം ആകാം. ആ എനർജി വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശ്രീനിവാസപ്പൈ ഇതിൽ ഒരു നിയോഗമോ നിമിത്തമോ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക ലാഭത്തിൽ ചെയ്യുന്ന കാര്യമല്ല എന്ന് എന്നെ നേരിട്ട് കാണുന്ന ആൾക്കാർ, നേരിട്ട് ഞാനുമായിട്ട് ഇടപെട്ടിട്ടുള്ള ആൾക്കാർ ഈ ആൾ കാശിന് വേണ്ടിയല്ല ചെയ്യുന്നതെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. പിന്നെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും മാറ്റാൻ പറ്റുമെന്ന് ഉറപ്പ് പറയാൻ പറ്റും. കാര്യം ഞാനൊന്നും ചെയ്യുന്നില്ല. നമ്മളെല്ലാവരും അനുഭവിക്കുന്നത് കാർമ്മികമാണ്. കാർമ്മികത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒരാളുടെ തലയിൽ കൈവച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ഉപാസനയുടെ ആ ഒരു പുണ്യം പകർന്നു കൊടുത്താൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്നുള്ള ആ ഗുരു പണ്ട് ചെയ്തിരുന്ന കാര്യം, പൂജകളും ഹോമങ്ങളുമായിട്ട് ചെയ്തിരുന്ന കാര്യം ഞാൻ എൻ്റെ ഉപാസനയിലൂടെ ഈ സമൂഹത്തിന് വേണ്ടി എനിക്ക് നിയോഗമുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുന്നു. അത് പൂർണ്ണ വിശ്വാസമുള്ളവർ മാത്രം വരിക. അല്ലാണ്ട് ശ്രീനിവാസപ്പയിൽ എന്തോ അത്ഭുതം ഉണ്ടെന്ന് വെച്ച് വരരുത്. ഞാൻ എന്തോ ഗുരുവാണെന്നോ സ്വാമിയാണെന്നോ ഒന്നും ആരും ദയവ് ചെയ്ത് വിചാരിക്കരുത്. ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. 28 വർഷം ബാങ്കിങ് സർവീസിലുണ്ടായി. പക്ഷേ എൻ്റെ 17ാമത്തെ വയസ്സ് എൻ്റെ ഗുരുവിനെ കിട്ടി. അന്ന് തിരിച്ചറിഞ്ഞില്ല. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യം. അപ്പോൾ ഇപ്പോൾ ഇതൊരു നിയോഗമായിട്ട് ചെയ്യുന്നു. അപ്പോൾ ശ്രീനിവാസപ്പയ്യുടെ അത്ഭുതങ്ങൾ കൊണ്ട്, ശ്രീനിവാസപ്പയ്യുടെ കഴിവ് കൊണ്ട് അത്ഭുതം സംഭവിക്കുന്ന ആരും വിചാരിക്കരുത് ഞാൻ സാധാരണ മനുഷ്യനാണ്. വെറും സാധാരണ മനുഷ്യൻ. എനിക്കൊരു അത്ഭുതങ്ങളും പ്രവർത്തിക്കാനുള്ള കഴിവില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ അത് അവരവരുടെ ഭാഗ്യമാണ്, എൻ്റെ കഴിവല്ല. അത് ഓപ്പണായിട്ട് ഞാൻ യൂട്യൂബിലൂടെ പറയുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ കാണണം. ദയവ് ചെയ്ത് ഞാൻ ഫോൺ ചെയ്തിട്ട് എടുത്തില്ല, അല്ലെങ്കിൽ ഫോണിന് റിപ്ലൈ ചെയ്തില്ല, മെസ്സേജിന് റിപ്ലൈ ചെയ്തില്ല എന്ന് ദയവ് ചെയ്ത് പരിഭവിക്കരുതെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. മിക്ക ദിവസങ്ങളിലെ യാത്രകളിലായിരിക്കും, അങ്ങനെ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ റെക്കോർഡിംഗ് ആയിരിക്കും, പല കാര്യങ്ങളുണ്ട്. എന്നാലും എന്താണ് മാനവസേവ മാധവ സേവ ജനസേവ ജനാർദ്ദന സേവ എന്നാണ് തിരുമേനി പറഞ്ഞു തന്നിരിക്കുന്നത്. അതനുസരിച്ച് എന്നാലാകുന്ന സേവനം ഈ വീഡിയോ കാണുന്ന, കേൾക്കുന്ന, അല്ലെ ഈശ്വരീയൻ ചാനൽ ഫോളോ ചെയ്യുന്ന എൻ്റെ വീഡിയോകൾ പലവിധ ചാനലുകളിൽ അബാക്കിൽ നിന്ന് തുടങ്ങി പലവിധ ചാനലുകളിൽ കണ്ട പലരെയും എന്നാലാകുന്ന വിധത്തിൽ ഗൈഡൻസ് തരണം എന്നാഗ്രഹമുണ്ട്. ഞാൻ വെറും എന്നെ ഗുരു എന്നാരും വിളിക്കരുത്, സ്വാമി എന്നാരും വിളിക്കരുത്. എന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടാൽ മതി, അല്ലെ ഒരു മെൻറ്ററായിട്ട് കണ്ടാൽ മതി. ദയവ് ചെയ്ത് ഞാൻ ഗുരുവൊന്നുമല്ല, ഗുരുവാകാനുള്ള യോഗ്യത എനിക്കില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ ഈ കാണണമെന്ന് താല്പര്യമുള്ളത് ശ്രീനിവാസപ്പയ്യെ കണ്ട് ആ ആളുടെ ഗൈഡൻസ് വാങ്ങിച്ചാൽ എന്തെങ്കിലും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന പൂർണ്ണ വിശ്വാസമുള്ളവർ മാത്രം ഈശ്വരീയൻ ചാനൽ വഴിക്ക് കാണാനുള്ള സൗകര്യം, അല്ലെങ്കിൽ വീഡിയോ കോളിലുള്ള സൗകര്യം എടുക്കുന്നു. അതിനുവേണ്ടി സന്മനസ് കാണിച്ച ഈശ്വരൻ ചാനലിൻ്റെ അതിൻ്റെ കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ തത്വമസി ഗ്രൂപ്പിൻ്റെ അഡ്മിൻസിന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. അവരൊക്കെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അത്ഭുതങ്ങളൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിലെ ഡേ ടു ഡേ ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾക്ക് അനുഭവവേദ്യമാകും. അതിൽ കുറേയധികം കാര്യം നമുക്ക് അനുകൂലമുള്ള കാര്യമാകും. അത് ആകാനായിട്ടുള്ളൊരു എളിയ ശ്രമമാണ് നടത്തുന്നത്. ഞാനൊരു സാധാരണ മനുഷ്യനാണെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. എനിക്ക് എന്തെങ്കിലും സിദ്ധിയോ കഴിവോ ഉണ്ടെന്ന് വിചാരിച്ച് ദയവ് ചെയ്ത് ആരും കോണ്ടാക്ട് ചെയ്യരുത്. അതുപോലെ ഞാൻ ജ്യോതിഷ ആണെന്ന് വിചാരിച്ച് കോണ്ടാക്ട് ചെയ്യരുത്. ഞാൻ ജാതക ഗ്രഹനിലകൾ വാങ്ങിക്കുന്ന വെറുതെ സൂചനകൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ആ ജാതക ഗ്രഹനില നോക്കിയിട്ട് എന്തെങ്കിലും ഫലം പറയാനുള്ള കഴിവ് എനിക്കില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കും. അതിനൊക്കെ പ്രഗത്ഭരായ ജ്യോതിഷന്മാർ കാണും. ഞാൻ ചെയ്യുന്ന ഒറ്റ കാര്യം, എൻ്റെ തിരുമേനി എനിക്ക് അനുഗ്രഹിച്ചു തന്ന ആ ഉപാസനകളുടെ പുണ്യം ബാക്കിയുള്ളവർക്ക് പകർന്നു നൽകുക. അത് നേരിട്ടാകട്ടെ, വീഡിയോ കോളിലാകട്ടെ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ഗ്രൂപ്പ് മെഡിറ്റേഷനിലൂടെ ആകട്ടെ, അത് ചെയ്യാനുള്ള എളിയ ശ്രമമാണ് ഞാൻ നടത്തുന്നത്. അത് എൻ്റെ ഗുരുവിനുള്ള എൻ്റെ ഗുരുദക്ഷിണയാണ് ഈ സമൂഹത്തിനോട് ചെയ്യുന്നത്. ബ്രഹ്മശ്രീ കൃഷ്ണൻഭ്രാന്തിരി തിരുമേനിയുടെ ആത്മചൈതന്യത്തിൻ്റെ അനുഗ്രഹം, അദ്ദേഹത്തിൻ്റെ ഗുരുപരമ്പരയുടെ, ഞാൻ ഓരോ വിദ്യയും പഠിച്ച ആ ഗുരുക്കന്മാരുടെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇത് സാധിക്കുന്നത്. അതിൽ ഞാൻ വെറും ഒരു വിനീത വിധേയനാണെന്ന് ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ നേരിട്ട് കാണണം. ദയവ് ചെയ്ത് എന്നെ ഡയറക്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. ഈ ഒരു സേവനം എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്ന് അപേക്ഷിക്കുകയാണ്. ഈശ്വരീയൻ ചാനൽ പബ്ലിഷ് ചെയ്ത ആ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എഴുതാം. അത് വെച്ചിട്ട് നേരിട്ട് കാണാൻ, എന്ന് പറഞ്ഞാൽ ആഴ്ച 2 ദിവസമെങ്കിലും നേരിട്ട് കാണണമെന്നാണ് വിചാരിക്കുന്നത്, ദിവസം മാറ്റി വയ്ക്കണമെന്ന്. അതുപോലെ തന്നെ
ഈ വീഡിയോ കോളിൽ ദയവ് ചെയ്ത് വിചാരിക്കുക എന്നെ കാണാനായിട്ട് ഇത്ര രൂപ ഫീസ് അടയ്ക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ മാത്രം തരിക. ബ്ലെസ്സിങ്ങിന് ശേഷം ദയവ് ചെയ്ത് ആരുടെയും കയ്യിൽ നിന്ന് ഞാൻ ഫീസ് വാങ്ങിക്കുക. മനസ്സിലാക്കുക. ഇന്നലെ വിദേശത്തുനിന്ന് വന്ന ഒരാൾ വന്നിരുന്നു, ഫാമിലിയായിട്ട് വന്നിരുന്നു. അദ്ദേഹത്തിന് ബ്ലെസ് ചെയ്ത് നാണയവും കുന്നിക്കുരുവും ജപിച്ചത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇന്നലെ റെക്കോർഡിംഗ് ഉണ്ടായത്. അതിൻ്റെ ഇടയ്ക്കാണ് വന്നത്. കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം ദക്ഷിണ നീട്ടി. ഞാൻ പറഞ്ഞ് ക്ഷമിക്കുക, എനിക്ക് വാങ്ങിക്കാൻ കഴിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് വന്നപ്പോഴാണ് ദക്ഷിണ തന്നത്. അതുകൊണ്ട് ദക്ഷിണയ്ക്ക് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. എന്നെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്കറിയാം. പക്ഷേ ആരുടെയെങ്കിലും വീടുകളിൽ വരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ യാത്ര ചെലവ് തരണം. അതുകൊണ്ട് കഴിയുന്നതും ഞാൻ വാഹനത്തിൽ കാറിലാണ് പോകുന്നതെന്നുള്ളത് കൊണ്ട് അത് യാത്ര കുറയ്ക്കുകയാണ്. വീഡിയോ കോളിലൂടെയോ നേരിട്ടോ, കൊച്ചി വെച്ചായിരിക്കും, എറണാകുളം ഭാഗത്തായിരിക്കും ഈ ബ്ലെസ്സിങ് വയ്ക്കുന്നത്. ആ സൗകര്യം താല്പര്യമുള്ളവർ, പൂർണ്ണ വിശ്വാസമുള്ളവർ ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഉപാസനയുടെ പുണ്യം, ഇന്ന് 10ാമതേ ദിവസത്തിൻ്റെ ആ മഹാത്മ്യ പുണ്യം എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും, ആയുരാരോഗ്യ സൗഖ്യവും, സൽസന്താനങ്ങളും, സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. ബ്ലെസ് യു ആൾ. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു ആൾ. താങ്ക് യു ആൾ.